ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു ചാരിത്രം കുഴപ്പമില്ല, പക്ഷേ മേനോ സാറിന് കൈവശം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നായരെ. താനെന്തോട് പറയുന്നു? എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രേമലേഖനം എഴുതിയ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈവശം നോക്കണോ? അല്ല, ഇതൊരുപോലെ ഞാനെഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം, പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളോ ചെല്ലടോ. എന്തിനാ കിടന്ന് തള്ളുന്നേ? എഴുത്. ഞാനിപ്പോ എന്താ അങ്ങോട്ട് എഴുതേ. എന്റെ തുമ്പപ്പൂക്കുരുന്നേ, എന്റെ തുമ്പപ്പൂക്കുരുന്നേ. ഇതല്ല, എന്തായാലുമില്ല. അടുത്തയാള് പ്രേമലേഖനം എഴുതിയത് നീയല്ലേ? അതെന്നാ എന്റെ കയ്യില്? ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേടാ? അയ്യോ വിശ്വാ, പതുക്കെ പതുക്കെ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലി കൊന്നുകളയും. നീ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു. അതും കല്യാണം കഴിഞ്ഞൊരു സ്ത്രീക്ക് കത്തെഴുതാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നു? അത് ഞാൻ അവർക്ക് എഴുതിയതല്ല. ആർക്കാണ് അത്? പിന്നെ ഞാന് അത് പറയടാ. അയ്യോ, അവർക്ക് എഴുതിയത് തന്നെ. എടാ ഭയങ്കര. എന്റെ വിശ്വാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. നാട്ടുകാരിതറിഞ്ഞാൽ എന്റെ മാനം, ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്, ഞാൻ ഇനി ജന്മത്തെ ആവർത്തിക്കില്ല. ഇനി നിന്റെ സ്വന്തം അച്ഛന് പോലും കത്തെഴുതുന്നത് ഞാൻ കാണാനിട വരരുത്. ഇല്ല, ഇനി ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ പേന തുറക്കില്ല. ഓക്കെ, എനിക്കൊരു 50 രൂപ വേണം. 50 ചില്ലറയില്ല. സാരമില്ല, 100 പല ചെലവുകളുള്ളതാണ്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ. See you.